എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അസ്വസ്ഥതപ്പെടുന്ന ആ ഡി ഗ്യാങ് ആണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പം അടങ്ങിയിട്ടുണ്ട്. അവിടെ നേരത്തെ സംഘടിച്ചെത്തിയതാണ്. അഭിഷേക് എന്ന മാധ്യമപ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിനോദ് പറയുന്നു. വിനോദിന്റെ ഒരു അടുത്ത സുഹൃത്താണ്. അവിടെ തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തു വന്നിരുന്ന ആളാണ് അഭിഷേക്. അഭിഷേകിനാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. KV ബൈജു സ്പോട്ടിലുണ്ട്. ബൈജു കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നൽകും. ബൈജു തുടക്കം മുതൽ തന്നെ ന്യൂസ് 18 വേണ്ടി ധർമ്മസ്ഥലയിൽ നിന്ന് രഹസ്യങ്ങൾ ഓരോന്നും അറിയിച്ചു കൊണ്ടിരുന്ന ആളാണ്. പൊതുസമൂഹത്തിലേക്ക് ആദ്യം ഈ വിഷയം ഉന്നയിച്ച ചാനലാണ് ന്യൂസ് 18. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബൈജു സ്പോട്ടിലുണ്ട്. അല്പസമയത്തിനകം ബൈജുവിലേക്ക് വീണ്ടും വരാം. ശ്രീമതി പി ഗീത, എങ്ങനെ കാണുന്നു ധർമ്മസ്ഥലയിലെ ഈ തെരച്ചിലും ഈ കണ്ടെടുക്കുന്ന അവശിഷ്ടങ്ങളും അതുപോലെ ഇപ്പോൾ ഈ ഡി ഗ്യാങ്ങിന്റെ ആക്രമണവും? കേൾക്കുന്നുണ്ട്. വാസ്തവത്തില് ഇപ്പൊ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു. കാരണം അവര് ആ അന്തരീക്ഷത്തെ ടെററൈസ് ചെയ്ത് നിർത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ സംഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ഭീകരമായിട്ട് ആയുധങ്ങൾ ഏന്തി വന്നിട്ടുള്ള വലിയൊരു കൂട്ടം, വലിയൊരു മോബ് അവിടുത്തെ കുറച്ച് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാർത്തയെ പുറത്തിടുന്ന ആരെയും അവരെന്തും ചെയ്യും എന്നുള്ള തരത്തിൽ ടെററൈസ് ചെയ്തിട്ട് ഇതിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം തന്നെ ഇത്തരമൊരു ശ്രമം ഉണ്ടായി കഴിഞ്ഞ സ്ഥിതിക്ക്, അത് പോലീസിന് തടയിടാൻ കഴിയാതിരുന്ന സ്ഥിതിക്ക്, തീർച്ചയായിട്ടും SITയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് പത്രസമ്മേളനം നടത്തേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മാധ്യമ പ്രവർത്തകർ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് ശരിയാണോ അല്ലയോ, ഇത് സ്കൂപ്പാണോ, ഓരോരുത്തരുടെ താല്പര്യമാണോ, ഇത് ആരോടെങ്കിലുമുള്ള വിരോധമാണോ, ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ താല്പര്യങ്ങളാണോ എന്നൊന്നും തന്നെ പൊതുജനങ്ങൾക്ക് ബോധ്യമല്ല എന്നുള്ളൊരു ന്യായമാണ് മറുവശത്തുള്ളത്. അതുകൊണ്ട് SIT അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പൊ കിട്ടിയത് മുഴുവൻ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അവരുടെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുമെങ്കിലും കുറച്ചു കാര്യങ്ങളെങ്കിലും ബ്രീഫ് ചെയ്തുകൊണ്ട് പത്രസമ്മേളനം വിളിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അവർക്ക് ചിലപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതായിരിക്കുമല്ലോ. അപ്പോൾ അതിനായിരിക്കും ചിലപ്പോൾ SIT ശ്രമിക്കുക എന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ ഈ ദിവസങ്ങളിലെ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുക ആ ഉദ്ദേശമായിരിക്കും ശ്രീമതി പി ഗീത, അല്ലേ? അതായിരിക്കാമെങ്കിൽ പോലും കാര്യങ്ങൾ വളരെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നിർത്താൻ SITയുടെ ഒരു പത്രസമ്മേളനം ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഈ കാര്യങ്ങൾ അറിയുന്നത്, മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് എന്ന് വരുമ്പോ മാധ്യമപ്രവർത്തകർക്ക് നേരെ മാത്രം തിരിഞ്ഞിരിക്കുന്ന അവരുടെ ഫോക്കസ് അവര് SITക്ക് നേരെ തിരിയുമോ, ഗവൺമെന്റിന് നേരെ തിരിയുമോ, നമുക്ക് നോക്കാലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് വെക്കേണ്ടെന്നൊരു സന്ദർഭമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ വാസ്തവത്തിൽ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിപ്പോ തോന്നുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചു പേര്, നേരത്തെ പറഞ്ഞ വിനോദ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞതുപോലെ 5 or 6 പേര് ഞങ്ങൾ കൂടി കാണിച്ചു തരാം, ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനെ ടെററൈസ് ചെയ്ത് വന്ന ആൾക്കാരെ മുഴുവൻ മടക്കി അയക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അങ്ങനെ മടങ്ങി പോകാതിരിക്കാൻ തയ്യാറായിട്ടുള്ള വലിയൊരു ജനസമൂഹം അവിടെ ഉണ്ടാവണം. അത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് വസ്തുത്തിൽ ഈ മീഡിയ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും അവിടുത്തെ പൾസ് അറിയുന്ന മനാഫിനെ പോലെയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ വിനോദിന്, അല്ലെങ്കിൽ ബൈജുവിനോ ഒക്കെ തന്നെ അത്തരത്തിലുള്ള സംഗതികൾ സാധ്യമാകുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവരുടെ ഭയം കുറേശ്ശെ അകന്നു പോകുന്നു. അവർ കേസ് കൊടുക്കാൻ തയ്യാറാവുന്നു, അവർ കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു, SITയോടൊപ്പം അന്വേഷിക്കാൻ തയ്യാറാവുന്നു, കാര്യങ്ങൾ തുറന്നു പറയാൻ. ഇപ്പോഴും അവർ അനുഭവിച്ചത് മുഴുവൻ പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അപ്പൊ ഇപ്പോഴും അത് തുറന്നു പറയാൻ അവർ കുറേശ്ശെ ആ ഒരു അറ്റമെങ്കിലും ഒരു അറ്റം അവർ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പൊ എന്താണ് വിനോദ്? അതായത് അവര് ഈ 6 പേർ രംഗത്ത് വന്നത് ഞങ്ങളുടെ പേര് പുറത്തു വിടുന്നതിന് മടിയില്ല, ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. കാരണം അവര് നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. ആ നേരിടാൻ തയ്യാറാവുന്നു എന്നുള്ളത് ആയുധം കൊണ്ട് മാത്രമല്ലല്ലോ കാര്യങ്ങളെ നേരിടുന്നത്. അപ്പൊ അതിനെ ഭയക്കുന്ന, വസത്തിൽ ഭയക്കുന്നവരാണ് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്.
അവിടെ ഭയം എന്ന് പറയുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭയം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ പൊളിഞ്ഞു പോവുക എളുപ്പമാണ്. അവിടെ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അവിടെ പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പോലീസ് അവിടെ ഇത്ര കാലം എന്താണ് ചെയ്തത്? പോലീസ് യഥാർത്ഥത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ കർണാടക പോലീസിന് ഈസി ആയിട്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവർക്കത് സാധിച്ചിട്ടില്ല. അവർക്ക് ഇത്രമാത്രം വാസ്തവത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ന്യൂസ് 18 റിപ്പോർട്ടറും കൂടി വേണ്ടി വന്നിട്ടുണ്ട് അത്തരം ഒരു ബ്രേക്ക് ത്രൂ നടത്താൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് ഇതിൽ ഇടപെട്ടിട്ടുള്ള മലയാളികൾക്ക് സംഭവിച്ചിട്ടുള്ള ദുര്യോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിനെ ഇടപെടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെയും മനാഫ് കഴിഞ്ഞ ചർച്ചകളിലും ഒക്കെ അത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത് ഇടപെടാവുന്ന സമയമായി കഴിഞ്ഞു. മനാഫ്, താങ്കൾ തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണിത്. കാരണം മലയാളികളുടെ ഒരുപാട് പേരുടെ ദുരിതാനുഭവങ്ങൾ ഇതിനകം തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട് കഴിഞ്ഞു. ഇന്നും ഉണ്ടായിരുന്നു അവിടെ അക്രമി സംഘം നടത്തിയ അവർ വന്ന് വാതിലിൽ മുട്ടുന്നു, അവിടെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു. ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. മരണം വരെ സംഭവിച്ച കാര്യം മലയാളികളുടെ അതുവരെ പുറത്തു വന്നു കഴിഞ്ഞു.